പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിലെ 1ഉം 2ഉം അധ്യായങ്ങളാണ്. അധ്യായം 1, സാവൂളിന്റെ മരണവാർത്ത. സാവൂളിന്റെ മരണത്തിനു ശേഷം ദാവീദ് അമലേക്യരെ കീഴടക്കി മടങ്ങി വന്നു. സിക്ലാഗിൽ 2 ദിവസം പാർത്തു. 3-ാം ദിവസം സാവൂളിന്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ടും ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ് എന്ന് അവൻ മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, എന്തുണ്ടായി? പറയൂ. അവൻ മറുപടി പറഞ്ഞു, നമ്മുടെ സൈന്യം തോറ്റോടി, ഒട്ടേറെ പേർ മരിച്ചു വീണു. സാവൂളും മകൻ ജോനാഥനും കൊല്ലപ്പെട്ടു. ദാവീദ് അവനോട് ചോദിച്ചു, സാവൂളും ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു, യാദൃശ്ചയാ ഞാൻ ഗിൽബോവക്കുന്നിലെത്തി. അവിടെ സാവൂൾ കുന്തം ഊന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഞാൻ കണ്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു. ഞാൻ വിളി കേട്ടു. അവൻ ചോദിച്ചു, നീ ആരാണ്? ഒരു അമലേക്യൻ. ഞാൻ മറുപടി പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, വന്ന് എന്നെ കൊല്ലുക. ഞാനിതാ വേദന കൊണ്ട് നീറുന്നു, എന്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു. അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു. ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി. കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. സാവൂളും മകൻ ജോനാഥാനും കർത്താവിന്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ യുവാവിനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഇവിടെ വന്നു പാർക്കുന്ന ഒരു അമലേക്യൻ എന്ന് അവൻ ഉത്തരം നൽകി. ദാവീദ് അവനോട് ചോദിച്ചു, കർത്താവിന്റെ അഭിഷിക്തനെ വധിക്കാൻ കൈ നീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു? ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു. അവൻ ആ അമലേക്യനെ വധിച്ചു. ദാവീദ് അമലേക്യനോട് പറഞ്ഞു, നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ. കർത്താവിന്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായ് കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ. ദാവീദിന്റെ വിലാപം. സാവൂളിനെയും മകൻ ജോനാഥാനെയും കുറിച്ച് ദാവീദ് ഒരു വിലാപഗാനം പാടി. യൂദാ ജനങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലെ, നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹിതമായി ശക്തന്മാർ നിബദിച്ചതെങ്ങനെ? ഗത്തിൽ ഇത് പറയരുത്. അഷ്കലോൺ തെരുവുകളിൽ ഇത് പ്രസിദ്ധമാക്കരുത്. ഫിലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും വിജാതീയ പുത്രിമാർ ആർപ്പിടാതിരിക്കാനും തന്നെ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. അവിടെയല്ലോ സാവൂളിന്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. നിഹതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസ്സിൽ നിന്നും
ജോനാഥന്റെ വില്ല് പിന്തിരിഞ്ഞില്ല. സാവൂളിന്റെ വാൾ വൃഥ പിൻവാങ്ങിയില്ല. സാവൂളും ജോനാഥാനും പ്രിയരും പ്രാണപ്രിയരും, ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. കഴുകനേക്കാൾ വേഗമുള്ളവർ, സിംഹത്തേക്കാൾ ബലമുള്ളവർ. ഇസ്രായേൽ പുത്രിമാരെ, സാവൂളിനെ ചൊല്ലി കരയുവിൻ. അവൻ നിങ്ങളെ മോടിയായി കടും ചുമപ്പുടിപ്പിച്ചു, ആടകളിൽ പൊന്നാഭരണമണിയിച്ചു. യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ? നിന്റെ ഗിരികളിൽ ജോനാഥാൻ വധിക്കപ്പെട്ടു കിടക്കുന്നു. സോദര, ജോനാഥാൻ, നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സനായിരുന്നു. എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തേക്കാൾ അഗാധമായിരുന്നു. ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ? അധ്യായം 2. ദാവീദ് അഭിഷിക്തൻ. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, യൂദായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ? പോകൂ, കർത്താവ് മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത്? ഹെബ്രോണിലേക്ക്, അവിടുന്ന് അരുൾ ചെയ്തു. ദാവീദ് അങ്ങോട്ട് പോയി. ജസ്രേൽക്കാരി അഹിനോവാം, കാർമൽക്കാരൻ നാബാലിന്റെ വിധവ അബിഗായിൽ എന്നീ 2 ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ തന്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി. അവർ ഹെബ്രോണിന്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു. യൂദായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. യാബേഷ് ഗിലെയാദിലെ ആളുകളാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലെയാദിലെ ആളുകളോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രാജാവായ സാവൂളിന്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ, ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ യജമാനനായ സാവൂൾ മരിച്ചു. യൂദാ ഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നേറിന്റെ മകനും സാവൂളിന്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിനെ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അബ്നേർ അവനെ ഗിലെയാദ്, ആഷേർ, ജസ്രേൽ, എഫ്രായിം, ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു. രാജാവാകുമ്പോൾ സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിന് 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. എന്നാൽ യൂദാ ഭവനം ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് യൂദാ ഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ 7 വർഷവും 6 മാസവും ഭരിച്ചു. നേറിന്റെ മകൻ അബ്നേറും സാവൂളിന്റെ മകനായ ഇഷ്ബോഷത്തിന്റെ ദാസന്മാരും മഹനയീമിൽ നിന്ന് ഗിബയോനിലേക്ക് പോയി. സെരൂയയുടെ മകൻ യോവാബും ദാവീദിന്റെ ഭൃത്യന്മാരും ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി. അവർ കുളത്തിനിരുവശത്തുമായി ഇരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു, യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പയറ്റി നോക്കട്ടെ. അങ്ങനെയാകട്ടെ, യോവാബ് പ്രതിവചിച്ചു. സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിന്റെ ഭാഗത്തുനിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട 12 പേർ എഴുന്നേറ്റ് ദാവീദിന്റെ ഭൃത്യന്മാരിൽ 12 പേരുമായി ഏറ്റുമുട്ടി. ഓരോരുത്തനും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവന്റെ പള്ളയ്ക്ക് വാൾ കുത്തി ഇറക്കി. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു. അതുകൊണ്ട് ഗിബയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസ്സൂറിം എന്നു പേരുണ്ടായി. അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിന്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി. യോവാബ്, അബിഷായ്, അസഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും അവിടെയുണ്ടായിരുന്നു. അസഹേൽ കാട്ടുമാനിനെ പോലെ ശീഘ്രഗാമിയായിരുന്നു. അസഹേൽ ഇടം വലം തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേർ പിറകോട്ട് തിരിഞ്ഞ് ചോദിച്ചു, ഇത് നീയോ അസഹേലെ? അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. അബ്നേർ
അവനോട് പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചു കൊള്ളുക. എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടർന്നു. അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു, എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ. ഞാൻ നിന്നെ എന്തിനു കൊല്ലണം? ഞാൻ നിന്റെ സഹോദരൻ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അബ്നേർ തന്റെ കുന്തത്തിന്റെ പിൻഭാഗം കൊണ്ട് അവന്റെ വയറിനു കുത്തി. വയറ് തുളച്ച് കുന്തം പുറത്തു ചാടി. അവൻ അവിടെ തന്നെ മരിച്ചു വീണു. അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ യോവാബും അബിഷായിയും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഹിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമധ്യേ കിടക്കുന്ന ഗിയായുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിൽ നിലയുറപ്പിച്ചു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, നാം എന്നും യുദ്ധം ചെയ്തു കൊണ്ടിരിക്കണമോ? അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ? സഹോദരന്മാരെ അനുധാവനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ? യോവാബ് മറുപടി നൽകി, നീ ഇത് പറയാതിരുന്നെങ്കിൽ എൻ്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നെന്ന് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ യോവാബ് കാഹളമൂതി. ആളുകൾ നിന്നു. അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല. അബ്നേറും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബ വഴി നടന്നു. അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മഹനീമിലെത്തി. അബ്നേറിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചു പോന്നു. അവൻ തന്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിന്റെ ഭൃത്യന്മാരിൽ 19 പേർ കുറവുണ്ടായിരുന്നു. ദാവീദിന്റെ സേവകരാകട്ടെ അബ്നേറിന്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ 360 പേരെ വധിച്ചിരുന്നു. അവർ അസഹേലിനെ ബെത്ലഹേമിൽ അവന്റെ പിതാവിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി.